വൈകുന്നേര സമയം ഏകദേശം 7:30 മണിയായിട്ടുണ്ടാവണം. ബമ്പിളും ഭാര്യയും മോക്സിന്റെ സങ്കേതത്തിലേക്ക് പോയതിന്റെ തൊട്ടടുത്ത ദിവസം ഭവനഭേദനം പരാജയപ്പെട്ട് അവിടെ നിന്നും രക്ഷപ്പെട്ട ബിൽ സൈക്സ് ദിവസങ്ങളോളം രോഗിയായി കിടപ്പിലായിരുന്നു. ബിൽ സൈക്സിനെ പരിചരിച്ചുകൊണ്ട് നാൻസി എപ്പോഴും അയാളോടൊപ്പമുണ്ടായിരുന്നു. അവർ രണ്ടുപേരും പഴയ വീട്ടിൽ നിന്നും മറ്റൊരിടത്തേക്ക് താമസം മാറ്റിയിരുന്നു. ബിൽ സൈക്സും സംഘവും ആകെ അങ്കലാപ്പിലാണ്. ഭവനഭേദന ശ്രമം പരാജയപ്പെട്ടത് മാത്രമല്ല അവരെ വിഷമിപ്പിച്ചത്, ഒലിവർ ട്വിസ്റ്റിന്റെ രക്ഷപ്പെടൽ അവരിൽ ആശങ്കയുണ്ടാക്കി. പോലീസ് ഏതു സമയത്ത് വേണമെങ്കിലും തങ്ങളിലേക്ക് എത്തുമെന്ന് അവർ ഭയപ്പെട്ടു. അതുകൊണ്ട് തന്നെ അവർ താമസ സ്ഥലങ്ങൾ അടിക്കടി മാറിക്കൊണ്ടിരുന്നു. ഫാഗിനും തന്റെ സങ്കേതം ഇതിനോടകം തന്നെ മാറ്റിക്കഴിഞ്ഞിരുന്നു. ഈ സംഘാംഗങ്ങൾ പരസ്പരം കണ്ടുമുട്ടുന്നത് തന്നെ അപൂർവമായി തീർന്നു. ബിൽ സൈക്സിന്റെ ആരോഗ്യം വീണ്ടെടുക്കേണ്ടത് നാൻസിയുടെ ആവശ്യമായിരുന്നതിനാൽ അവൾക്ക് കഴിയുന്ന വിധം അയാളെ പരിചരിച്ചു. ആവശ്യത്തിന് പണം കൈവശമില്ലാത്തതിനാൽ കടുത്ത ദാരിദ്ര്യത്തിലൂടെയാണ് നാൻസിയും ബിൽ സൈക്സും കടന്നുപോയത്. എങ്കിലും സ്വയം പട്ടിണി കിടന്നുകൊണ്ട് തന്നെ നാൻസി ബിൽ സൈക്സിന് ആവശ്യമുള്ളതെല്ലാം നൽകിയിരുന്നു. ഇതുമൂലം അവളുടെ ആരോഗ്യം തകർന്നു തുടങ്ങി. ഇപ്പോൾ അവളെ ആർക്കും തിരിച്ചറിയാൻ പോലുമാകില്ല. അത്രമാത്രം അവളുടെ ശരീരം ക്ഷയിച്ചു കഴിഞ്ഞിരുന്നു. നാൻസി തന്റെ സ്വന്തം ശരീരം നശിപ്പിച്ചുകൊണ്ട് തന്നെ അയാളെ പരിചരിച്ചെങ്കിലും അയാളിൽ നിന്നും അത്തരത്തിലുള്ള അനുകമ്പയോ സ്നേഹമോ അവൾക്ക് ലഭിച്ചില്ല. മുട്ടാളനും പ്രാകൃതനുമായിരുന്ന ബിൽ സൈക്സ് ഇപ്പോഴും അവളോട് അങ്ങനെ തന്നെയാണ് പെരുമാറിയിരുന്നത്. ഒരിക്കൽ പോലും അയാൾ അവളോട് സ്നേഹത്തോടെ പെരുമാറിയില്ല. ഒരു നല്ല വാക്കുപോലും അയാൾ അവളെക്കുറിച്ച് പറഞ്ഞില്ല. അവളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും അയാൾ സമയം കണ്ടെത്തിയില്ല. അവളെ ഉപദ്രവിക്കുന്നതിലും പുളിച്ച് തെറി വിളിച്ച് അധിക്ഷേപിക്കുന്നതിനും അയാൾ കൂടുതൽ സമയം കണ്ടെത്തുകയും ചെയ്തു. ഈ വൈകുന്നേരത്തിലും നേരം 7:30 മണിയോടടുത്ത സമയത്ത് പോലും അയാളുടെ വിനോദം അവളെ തെറി പറയുന്നതിലായിരുന്നു. ഈ സമയത്താണ് ഫാഗിനും അയാളുടെ അനുചരന്മാരും പതുങ്ങി ബിൽ സൈക്സിന്റെ സങ്കേതത്തിലേക്ക് കടന്നു വന്നത്. ഡോഡ്ജറുടെ കയ്യിൽ ഒരു പൊതിയുമുണ്ടായിരുന്നു. ഫാഗിന്റെ മുഖം കണ്ടതോടെ ബിൽ സൈക്സിന്റെ കലി ഇരട്ടിച്ചു. ഈ സമയത്ത് ഫാഗിൻ അവിടേക്ക് വന്നത് അയാൾ ഇഷ്ടപ്പെട്ടില്ല. ഏത് ചെകുത്താന്റെ സ്വാധീനത്തിൽപ്പെട്ടാണ് ഫാഗിൻ അവിടേക്ക് കടന്നു വന്നതെന്ന് അയാൾ രോഷത്തോടെ ചോദിച്ചു. ഫാഗിന്റെ ശിഷ്യന്മാരെയും അയാൾ വെറുതെ വിട്ടില്ല. അവരെയും തെറികൊണ്ടു മൂടി. എന്നാൽ ഫാഗിനോ മറ്റുള്ളവരോ ഒരക്ഷരം പോലും മറുത്തു പറഞ്ഞില്ല. പക്ഷേ ബിൽ സൈക്സിന്റെ ചെകുത്താൻ എന്ന പ്രയോഗത്തിന് ഫാഗിൻ മറുപടി പറഞ്ഞു. ചെകുത്താന്റെ സ്വാധീനത്തിൽപ്പെട്ടാൽ ആർക്കും ഗുണമൊന്നും ഉണ്ടാകാറില്ല, മറിച്ച് അത് നാശത്തിന് കാരണമാവും. എന്നാൽ താനിപ്പോൾ വന്നിരിക്കുന്നത് ഗുണമുള്ള കാര്യത്തിനാണെന്നും ഫാഗിൻ വ്യക്തമാക്കി. ഫാഗിൻ തന്റെ അടുത്ത് നിന്നിരുന്ന ഡോഡ്ജറോട് കയ്യിലുള്ള പൊതി നിവർത്താൻ ആവശ്യപ്പെട്ടു. അവൻ അനുസരിച്ചു. അതിനുള്ളിൽ നിറയെ ഭക്ഷണ സാധനങ്ങളായിരുന്നു. ചാർലി ഉടൻ തന്നെ അതിൽ നിന്നും ഓരോന്നും പെറുക്കിയെടുത്ത് എന്താണെന്ന് വിശദീകരിച്ചുകൊണ്ട് മേശയുടെ മേൽ നിരത്തിവെക്കാൻ തുടങ്ങി. ഒടുവിൽ മദ്യക്കുപ്പിയുടെ ഒരു ശേഖരം തന്നെ എടുത്തു വെച്ചു. ബിൽ സൈക്സിന്റെ മുഖം സന്തോഷത്താൽ വികസിച്ചു. മദ്യക്കുപ്പിയുടെ അടപ്പ് തുറന്ന് ഫാഗിൻ തന്നെ മദ്യം ഗ്ലാസ്സിലേക്ക് പകർന്ന് ബിൽ സൈക്സിന്റെ ചുണ്ടിൽ പിടിപ്പിച്ചു കൊടുത്തു. അയാൾ ഒറ്റയിരിപ്പിന് ഒരു 3 ഗ്ലാസ് മദ്യമെങ്കിലും അകത്താക്കി. ശരീരത്തെ ഉണർത്താൻ ഇതിനാകുമെന്ന് ഫാഗിൻ അഭിപ്രായം പറഞ്ഞു. ഈ വിധം സൈക്സിനെ സന്തോഷിപ്പിച്ചുകൊണ്ട് തന്നെ ഫാഗിൻ സംസാരത്തിലേക്ക് കടന്നു. സൈക്സ് ഇപ്പോൾ പൂർണ്ണമായും ആരോഗ്യവാനാണെന്ന് ഫാഗിൻ അഭിപ്രായം പറഞ്ഞപ്പോൾ പട്ടി മുരളുന്ന മാതിരി അയാൾ മുരളുകയും ചെയ്തു. അല്പസമയത്തിന് ശേഷം സൈക്സ് സംസാരിച്ചു തുടങ്ങി. ശരിയാണ് ഫാഗിൻ, എന്നാൽ ഇതിനോടകം ഒരു 20 തവണയെങ്കിലും ഞാൻ മരിച്ചിട്ടുണ്ടാവണം. ഞാൻ മരിക്കാൻ കിടന്നപ്പോൾ എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു. കടുത്ത ദാരിദ്ര്യത്തിലും കൊടും പട്ടിണിയിലുമാണ് ഈ ദിവസങ്ങളിൽ ഞാൻ കഴിഞ്ഞുകൂടിയത്. മരുന്ന് വാങ്ങാൻ പോലും നിവൃത്തിയില്ലായിരുന്നു. എന്നിട്ടും ഒരു കുടിച്ചി പട്ടി പോലും എന്നെ അന്വേഷിച്ച് ഈ വഴി വന്നില്ല. ഈ ഞാനും ഒരു പട്ടി തന്നെയാണ്. എങ്കിലും എന്നോട് ഇങ്ങനെ ചെയ്യരുതായിരുന്നു. ബിൽ സൈക്സിന്റെ സങ്കടം നിറഞ്ഞ വാക്കുകൾ കേട്ട് ഫാഗിൻ അയാളെ ആശ്വസിപ്പിച്ചു. ബിൽ, നീ അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിക്കരുത്. നിന്നോടത്ര ക്രൂരത ഞാൻ കാണിക്കുമോ? ഞാൻ തികച്ചും നിസ്സഹായകമായ അവസ്ഥയിലായിരുന്നു. ഒലിവർ, അവൻ രക്ഷപ്പെട്ടത് എന്റെ ജീവൻ നഷ്ടപ്പെട്ടതിനു തുല്യമായിരുന്നു. അവനെങ്ങാനും പോലീസിന്റെ പിടിയിൽപ്പെട്ടാൽ പിന്നീട് നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നത് തൂക്കുമരത്തിന് മുമ്പിൽ വെച്ച് മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ അവനെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമായിരുന്നു. ഞങ്ങളെല്ലാവരും അവനു വേണ്ടി രാവും പകലും തിരയുകയായിരുന്നു. അവൻ ഈ നഗരം വിട്ടെങ്ങോട്ടും പോയിട്ടില്ലെന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. അവനെ എങ്ങനെയും നമ്മുടെ കെണിയിൽ വീഴ്ത്തേണ്ടതുണ്ട് ബിൽ. ഈ സമയം അത്രയും നാൻസി സൈക്സിന്റെ കീറിപ്പോയ ഒരു കോട്ട് സൂചിയും നൂലും ഉപയോഗിച്ച് തുന്നിച്ചേർക്കുന്ന തിരക്കിലായിരുന്നു. ഫാഗിനും സൈക്സും തമ്മിൽ നടക്കുന്ന സംഭാഷണങ്ങളിലൊന്നും അവൾക്ക് വലിയ താല്പര്യം തോന്നിയില്ല. എന്നാൽ
ഫാഗിൻ ഒലിവർ ട്വിസ്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവൾക്ക് ഇടപെടാതിരിക്കാനാവുമായിരുന്നില്ല. അവൾ ശാന്തതയോടെ ആരോടെന്നില്ലാതെ വിളിച്ചു പറഞ്ഞു, ഫാഗിൻ, ഒലിവർ ട്വിസ്റ്റിനെ വെറുതെ വിട്ടേക്കൂ. അവനെ ഇനിയും നമ്മുടെ ഈ നരകത്തിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് വരരുതേ. അവനെ വെറുതെ വിട്ടേക്കൂ. നാൻസി അനവസരത്തിലാണ് സംസാരിക്കുന്നതെന്ന് ഫാഗിന് തോന്നി. ആ നീരസം അയാൾ നാൻസിയോട് പ്രകടിപ്പിക്കുകയും ചെയ്തു. ഫാഗിൻ വാക്കുകൾ കൊണ്ടും ശരീരപ്രകൃതം കൊണ്ടും അവളെ നേരിട്ടു. നാൻസി, ഇത്തരം വിഷയങ്ങളിൽ സ്ത്രീകളുടെ അഭിപ്രായം ആരും ചോദിക്കാറില്ല. നീ നാവടച്ച് വെറുതെ ഇരിക്കുക. സൈക്സിനും ഫാഗിന്റെ അഭിപ്രായം തന്നെയായിരുന്നു. അയാൾ രൂക്ഷമായി നാൻസിയെ നോക്കിയിട്ട് ഫാഗിനോട് പറഞ്ഞു, ആ തെണ്ടിയെ എത്രയും വേഗം നമുക്ക് പിടിക്കണം. ഫാഗിൻ തന്റെ കസേര കുറച്ചുകൂടി ബിൽ സൈക്സിന്റെ അടുത്തേക്ക് കൂടുതൽ നീക്കിയിട്ടിട്ട് അയാളുടെ ചെവിയിൽ ഒലിവറിനെ പറ്റി അന്വേഷിച്ചു കണ്ടെത്തിയ ചില രഹസ്യങ്ങൾ പറഞ്ഞു. ബിൽ, അവൻ ഇന്നലെ നഗരത്തിലേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുള്ളതായി വിവരമുണ്ട്. അക്കാര്യം എന്നെ അറിയിച്ചത് ചാർലിയാണ്. മിസ്സിസ് മെയ്ലി എന്നൊരു സമ്പന്നയായ സ്ത്രീയോടൊപ്പമാണ് അവനിപ്പോൾ താമസിക്കുന്നത്. നിനക്ക് ഓർമ്മയുണ്ടോ? അവരുടെ വീടാണ് അന്ന് കൊള്ളയടിക്കാനായി നമ്മൾ തിരഞ്ഞെടുത്തതും പരാജയപ്പെട്ടതും. കഷ്ടം തന്നെ. ഇപ്പോൾ ആ കുട്ടിച്ചെകുത്താൻ അവരുടെ സംരക്ഷണയിലാണ്. അതുതന്നെയാണ് നമ്മുടെ കഷ്ടകാലം. അവൻ അവരോടൊപ്പമുള്ളത് നമുക്ക് എക്കാലവും ഭീഷണിയാണ്. മിസ്സിസ് മെയ്ലിയും അവരുടെ വളർത്തുപുത്രിയായ റോസിയും ഒലിവറും ഇപ്പോൾ താമസിക്കുന്നത് ഹൈഡേ പാർക്കിലെ വൈറ്റ് ഹൗസിലാണെന്ന കാര്യം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി പറയാനുള്ളതൊന്നും നമുക്കിവിടെ വെച്ച് സംസാരിക്കാൻ പറ്റില്ല. അതൊക്കെ പിന്നീട് പറയാം. ഫാഗിൻ ഇത് പറയുമ്പോൾ നാൻസിയെ ഒളികണ്ണിട്ട് നോക്കുന്നുണ്ടായിരുന്നു. ഫാഗിൻ തന്റെ രഹസ്യങ്ങളുടെ ചുരുളുകൾ മടക്കി വെച്ച് തിരിച്ചു പോകാനായി എഴുന്നേറ്റു. ബിൽ സൈക്സ് അയാളുടെ ദാരിദ്ര്യത്തെക്കുറിച്ച് ഒരിക്കൽ കൂടി ഫാഗിനെ ഓർമ്മിപ്പിക്കുകയും കുറച്ച് പണം ഉടനെ വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ തന്റെ കയ്യിൽ ഇപ്പോൾ പണമൊന്നുമില്ലെന്നും മുറിയിൽ എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് ഡോക്കിൻസിന്റെ കൈവശം കൊടുത്തയക്കാമെന്നും അയാൾ സൈക്സിന് ഉറപ്പുകൊടുത്തു. എന്നാൽ നാൻസിയെ കൂടെ വിടാമെന്നായി സൈക്സ്. പെട്ടെന്ന് തന്നെ ഫാഗിനും സംഘവും അവിടെ നിന്നും മടങ്ങി. അവർക്കൊപ്പം നാൻസിയും പോയിരുന്നു. ഫാഗിന്റെ സങ്കേതത്തിൽ തിരിച്ചെത്തിയപ്പോൾ ഡോബിയും ഏതാനും സുഹൃത്തുക്കളും അവിടെ ഉണ്ടായിരുന്നു. ഫാഗിൻ സൂത്രത്തിൽ അവരെയെല്ലാം അവിടെ നിന്നും പറഞ്ഞു വിട്ടു. പിന്നീട് അവിടെ അവശേഷിച്ചത് നാൻസിയും ഫാഗിനും മാത്രമായിരുന്നു. ഫാഗിൻ തന്റെ കോട്ടിന്റെ പോക്കറ്റിൽ നിന്നും താക്കോൽ കൂട്ടമെടുത്ത് തന്റെ പണപ്പെട്ടിയിട്ട് തുറക്കാനായി തുടങ്ങുകയായിരുന്നു. ആ നിമിഷത്തിലാണ് മോങ്സ് പുറത്തു നിന്നും ഫാഗിൻ ഫാഗിൻ എന്ന് ഒച്ച വെച്ചത്. ഫാഗിൻ പെട്ടെന്ന് വാതിൽ തുറന്നു കൊടുത്തു. മോങ്സ് അകത്തേക്ക് കയറി. ഫാഗിനോടൊപ്പം നാൻസിയെ കണ്ടപ്പോൾ മോങ്സ് ആശങ്കയിലായി. എന്നാൽ അവൾ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളാണെന്നും തന്റെ സ്വന്തമാണെന്നും ഒന്നുകൊണ്ടും സംശയിക്കേണ്ടതില്ലെന്നും ഫാഗിൻ മോങ്സിനെ ധരിപ്പിച്ചു. ഫാഗിൻ മോങ്സിനെ നാൻസിയെ പരിചയപ്പെടുത്തി കൊടുത്തു. തന്റെ ഒരു പഴയകാല ചങ്ങാതിയാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പേരും വ്യക്തമാക്കിയില്ല. ഒരു സ്വകാര്യം അവനുമായി പങ്കിടാനുണ്ടെന്നും ഏറിയാൽ ഒരു 15 മിനിറ്റിനുള്ളിൽ തിരിച്ചെത്താമെന്ന് പറഞ്ഞുകൊണ്ട് ഫാഗിൻ മോങ്സിനെയും കൂട്ടി മറ്റൊരു മുറിയിലേക്ക് പോവുകയും അകത്ത് കയറിയ ശേഷം കഥകടച്ച് എന്തൊക്കെയോ സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്തു. മോങ്സിന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ നാൻസി അവരറിയാതെ അവരെ പിന്തുടർന്നു. അകത്തെ സംസാരം എന്താണെന്ന് മനസ്സിലാക്കുന്നതിനായി അവൾ താക്കോൽ ദ്വാരത്തിലേക്ക് ചെവി ചേർത്തു വെച്ചു. രഹസ്യ സംഭാഷണം കഴിഞ്ഞ് ഫാഗിനും മോങ്സും തിരിച്ചെത്തുമ്പോൾ നാൻസി പഴയതുപോലെ കസേരയിൽ ഇരിക്കുകയായിരുന്നു. അവർക്ക് അവളെ സംശയം തോന്നിയില്ല. എന്നാൽ നാൻസി ആകെ അസ്വസ്ഥയായിരുന്നു. അവളുടെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. മോങ്സ് യാത്ര പറഞ്ഞ് പുറത്തേക്കിറങ്ങി. ഫാഗിൻ അലമാര തുറന്ന് സൈക്സ് ആവശ്യപ്പെട്ട പണം എണ്ണിത്തിട്ടപ്പെടുത്തി നാൻസിയുടെ കയ്യിൽ കൊടുത്തു. നാൻസി കൂടുതൽ ക്ഷീണിതയായി കാണപ്പെട്ടത് ഫാഗിനിൽ സംശയമുണ്ടാക്കി. അതിന് കാരണം എന്താണെന്ന് അയാൾ അന്വേഷിച്ചെങ്കിലും അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. അവൾ പണവുമായി പുറത്തേക്കിറങ്ങി. റോഡിലൂടെ അവൾ കുറെ ദൂരം ഓടി. ഇടയ്ക്ക് പൊട്ടിക്കരഞ്ഞു. ക്ഷീണം തോന്നിയപ്പോൾ വഴിയരികിൽ കുറെ സമയം ഇരുന്നു. മോങ്സ് ഫാഗിനുമായി പങ്കുവെച്ച രഹസ്യങ്ങൾ പൂർണ്ണമായും അവൾ കേട്ടിരുന്നില്ല. എങ്കിലും കേട്ട കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ ഒലിവറിന്റെ ജീവിതം കൂടുതൽ കഷ്ടങ്ങളിലേക്ക് നീങ്ങുന്നുവെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ നേരെ എത്തിയത് സൈക്സിന്റെ അടുത്തേക്കാണ്. നാൻസി ആകെ തളർന്നിരിക്കുന്നതായി സൈക്സ് മനസ്സിലാക്കി. അയാൾ അക്കാര്യം അവളോട് ചോദിച്ചു. എടീ, നിനക്കെന്താണ് പറ്റിയത്? നിന്റെ മുഖം കണ്ടാൽ ശവം കണക്കിയിരിക്കുന്നല്ലോ. ഇല്ല, എനിക്കൊരു കുഴപ്പവുമില്ല. അവൾ ഒഴിഞ്ഞു മാറാൻ നോക്കി. അവൾ പറഞ്ഞത് വിശ്വസിക്കാൻ സൈക്സ് തയ്യാറായിരുന്നില്ല. അയാൾ അവളെ തുറിച്ചു നോക്കി. അവളുടെ അവസ്ഥയിൽ അയാൾക്ക് സങ്കടമുണ്ടായിരുന്നു. അവളെ സന്തോഷിപ്പിക്കാനായി അയാൾ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് സ്നേഹം പ്രകടിപ്പിച്ചു. അയാളുടെ നെഞ്ചിലേക്ക് തല താഴ്ത്തി അവൾ കണ്ണുകൾ അടച്ചു കിടന്നു. അവൾ ഒരു വാക്കുപോലും സംസാരിച്ചില്ല. നിസ്സഹായതയോടെ അവൾ തളർന്നു കിടന്നു. രാത്രി അത്താഴ സമയത്ത് നാൻസി പതിവിലും കൂടുതൽ മദ്യം സൈക്സിന് കൊടുത്തിരുന്നു. മദ്യം ആവശ്യത്തിലധികം അകത്തി എന്നതോടെ സൈക്സ് പെട്ടെന്ന് തന്നെ ഗാഠനിദ്രയിലായി.
ഉറങ്ങുന്നതുവരെയും അയാൾ അവളെ ബലമായി പിടിച്ചിരുന്നു. എന്നാൽ അഗാധമായ ഉറക്കത്തിലേക്ക് വഴുതി വീണ സൈക്സിന്റെ കൈകൾ പതുക്കെ പതുക്കെ അയഞ്ഞു തുടങ്ങി. സൈക്സ് പൂർണ്ണമായും ഉറക്കത്തിലാണെന്ന് മനസ്സിലാക്കിയ നാൻസി അയാളുടെ കൈ തന്റെ ശരീരത്തിൽ നിന്നും പതുക്കെ എടുത്തു മാറ്റി കിടക്കയിൽ നിന്നും എഴുന്നേറ്റു. ബോധമറ്റതുപോലെ കിടക്കുന്ന ബിൽ സൈക്സിനെ അവൾ ഒരു നിമിഷം നോക്കി നിന്നു. അലസമായി വളർന്നിറങ്ങിയ താടിരോമങ്ങളിൽ സ്നേഹവായ്പോടെ അവൾ കൈവിരലുകൾ ഓടിച്ചു, നെറുകയിൽ ചുംബിച്ചു. അവളുടെ ഈ വക രീതികളൊന്നും അറിയാതെ ബിൽ സൈക്സ് അപ്പോഴും നല്ല ഉറക്കത്തിലാണ്. മദ്യം അയാളെ മൃതപ്രായനാക്കി മാറ്റിയിരുന്നു. നാൻസിയുടെ കണ്ണുകൾ നിറഞ്ഞു. കണ്ണുനീർ കവിളിൽ കൂടി താഴേക്കൊഴുകി. സൈക്സിനെ അവിടെ തനിച്ചു വിട്ടുകൊണ്ട് അവൾ മുറി വിട്ട് പുറത്തേക്കിറങ്ങി. സമയം അപ്പോൾ രാത്രി 8:30 മണി കഴിഞ്ഞിട്ടേയുള്ളൂ. അവൾ ഇടവഴി താണ്ടി റോഡിലെത്തി. റോഡ് നല്ല തിരക്കിലാണ്. എങ്കിലും അതൊന്നും വകവയ്ക്കാതെ ആ ജനങ്ങൾക്കിടയിലൂടെ ഓടാൻ തുടങ്ങി. റോഡിന് ഇരുവശത്തുമുള്ള കടകളിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഒരു പെൺകുട്ടി കരഞ്ഞുകൊണ്ടോടുന്നത് ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു. ഒരുപക്ഷെ ബുദ്ധിസ്ഥിരത നഷ്ടപ്പെട്ട ഏതോ ഒരു പെൺകുട്ടിയാണ് അതെന്ന് പോലും ചിലർ വിധി പറഞ്ഞു. നിർത്താതെയുള്ള അവളുടെ ഓട്ടം 1-2 മണിക്കൂറുകൾ തന്നെ നീണ്ടുപോയി. അവൾ എത്തപ്പെട്ടത് നഗരത്തിന്റെ ഏറ്റവും സമ്പന്നമായ ഭാഗത്താണ്. അവൾക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. നടന്നവൾ എത്തിയത് ഹൈഡേ പാർക്കിന്റെ സമീപത്തുള്ള വൈറ്റ് ഹോട്ടലിന് മുന്നിലാണ്. അതിനു മുന്നിൽ അല്പനേരം അവൾ ശങ്കിച്ചു നിന്നു. എന്നിട്ട് എന്തും സംഭവിക്കട്ടെ എന്ന് കരുതിക്കൊണ്ട് അകത്തേക്ക് കയറി. അവൾ എത്തപ്പെട്ടത് ഹോട്ടലിലെ ഒരു ജീവനക്കാരുടെ മുന്നിലാണ്. അവർ അവളെ തടഞ്ഞു നിർത്തി ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഈ നേരത്ത് ഇത്ര തിടുക്കപ്പെട്ട് നീ എങ്ങോട്ടാടി പെണ്ണെ ഓടിക്കയറുന്നത്? ഈ ഹോട്ടലിൽ മുറിയെടുത്തിരിക്കുന്ന ഒരു പെൺകുട്ടിയെ കാണാൻ നിങ്ങൾ നേരത്തെ അവരുടെ സമ്മതം വാങ്ങിയിട്ടുണ്ടോ? ഇല്ല. ക്ഷമിക്കണം, അങ്ങനെയെങ്കിൽ ഈ സമയത്ത് നിങ്ങളെ അകത്തേക്ക് കടത്തിവിടാൻ ആവില്ല, ആ സ്ത്രീ അവളെ അറിയിച്ചു. ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ പറഞ്ഞു വിടരുത്. ഈ രാത്രിയിൽ ഇത്രയും ദൂരം ഓടിയാണ് ഞാൻ ഇവിടെ എത്തിയത്. അതീവ പ്രാധാന്യമുള്ള ഒരു വിഷയം എനിക്ക് അവരെ അറിയിക്കാനുണ്ട്. അതുകൊണ്ടാണ് രാത്രിയാണെന്ന് പോലും ചിന്തിക്കാതെ ഞാൻ ഇറങ്ങിത്തിരിച്ചത്. ഇല്ല കുഞ്ഞെ, കടത്തിവിടാൻ പറ്റില്ല. അവർ സമ്പന്നയും കുലീനയുമായ സ്ത്രീയാണ്. നിങ്ങളാണെങ്കിലോ പ്രാകൃതയും അവരോടൊരിക്കലും യോജിക്കാത്തവളും. അങ്ങനെയുള്ള നിങ്ങളെ കാണാൻ അവർ ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല. ഹോട്ടൽ ജീവനക്കാരി നാൻസി അറിയിച്ചു. നാൻസി തളർന്നു തുടങ്ങി. അവൾ ആ പരിചാരികയോട് യാചിക്കാൻ തുടങ്ങി. ദയവ് ചെയ്ത് എന്നെ പുറത്താക്കരുത്. എന്നെ നിങ്ങൾ അകത്തേക്ക് കടത്തിവിടണമെന്നില്ല. എന്നാൽ അവരെ കാണുന്നതിനായി ഒരു സ്ത്രീ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടെന്നെങ്കിലും അവരെ അറിയിക്കാമോ? അവർ സമ്മതിക്കുകയാണെങ്കിൽ മാത്രം അകത്തേക്ക് കടത്തിവിട്ടാൽ മതി. ഈ സമയത്താണ് ആ ഹോട്ടലിലെ കുശിനിക്കാരനും മറ്റു 2 തൊഴിലാളികളും അതിലെ കടന്നു വന്നതും അവരുടെ സംഭാഷണം കേൾക്കാനിടയായതും. വന്നവർ നാൻസിയെ പരിഹസിക്കുകയും ദുർനർത്തക്കാരി എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുകയും ചെയ്തു. അവൾ അതെല്ലാം ക്ഷമയോടെ കേട്ടുനിന്നു. തന്നെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാമെന്നും എന്നാൽ ഞാൻ വന്ന കാര്യം ആദ്യം നടത്തിത്തരണമെന്നും അവൾ അവരോട് പറഞ്ഞു. അവളുടെ കരച്ചിൽ കണ്ടപ്പോൾ വന്നവരിൽ ഒരാൾക്ക് സങ്കടം തോന്നി. അയാൾ റോസിയെ വിവരമറിയിക്കാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോവുകയും അവരുടെ സമ്മതത്തോടെ നാൻസിയെ അവരുടെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. ഏറ്റവും ആദരവോടുകൂടിയാണ് റോസി അവളെ മുറിയിലേക്ക് ക്ഷണിച്ചത്. അവളോട് സോഫയിലിരിക്കാൻ പറഞ്ഞെങ്കിലും അവൾ കൂട്ടാക്കിയില്ല. താൻ അതിനൊന്നും അർഹതയുള്ള സ്ത്രീയല്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവിടെ തന്നെ നിന്നു. ശരി, എന്നെ കാണണമെന്ന് പറഞ്ഞത് എന്തിനാണ്? റോസി അന്വേഷിച്ചു. എനിക്ക് നിങ്ങളോട് അതീവ രഹസ്യമായി ചിലതൊക്കെ സംസാരിക്കാനുണ്ട്. അക്കാര്യം മറ്റാരും കേൾക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, നാൻസി റോസിയെ അറിയിച്ചു. റോസി ഉടൻ തന്നെ വാതിലുകളും ജനലുകളും അടച്ചുപൂട്ടി തിരികെ സോഫയിൽ വന്നിരുന്നു. നാൻസി അവളെ സ്വയം പരിചയപ്പെടുത്തി. എന്നിട്ട് അവളുടെ ജീവിതത്തെക്കുറിച്ച് ആമുഖമായി പറഞ്ഞു തുടങ്ങി. ക്രൂരനായ ഭാഗിൻ എന്ന ജൂതന്റെ തടവറയിലാണ് ഞാൻ വളർന്നത്. പിടിച്ചുപറിയും കൊള്ളയുമായിരുന്നു അയാളുടെ തൊഴിൽ. ഞാൻ എങ്ങനെയാണ് അയാളുടെ കയ്യിൽ അകപ്പെട്ടതെന്ന് എനിക്കറിയില്ല. അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ മറ്റു ബന്ധുക്കളോ എനിക്കില്ല. ഞാൻ എന്നും തെരുവിന്റെ സന്തതിയായിരുന്നു. കള്ളന്മാരുടെ കൂടെയാണ് ഞാൻ ഈ പ്രായം വരെയും ജീവിച്ചത്. അവരെല്ലാവരും ചേർന്ന് എന്നെ പിച്ചിച്ചീന്തിയെടുത്തു. അവളുടെ വിവരണം കേൾക്കാൻ റോസിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. നാൻസിയുടെ സംഭാഷണത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് റോസി പറഞ്ഞു, ദയവ് ചെയ്ത് ഇത്തരം കാര്യങ്ങൾ കേൾക്കുന്നതിൽ നിന്നും എന്നെ മോചിപ്പിക്കുക. ഞാനിതൊന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് എന്നിൽ നിന്നും എന്തെങ്കിലും സഹായം വേണമെന്നുണ്ടെങ്കിൽ അത് മാത്രം പറയൂ. ക്ഷമിക്കണം, ഞാൻ നിങ്ങളുടെ ദയയ്ക്ക് വേണ്ടിയോ കാരുണ്യത്തിനു വേണ്ടിയോ അല്ല ഇത്ര ദൂരം യാത്ര ചെയ്ത് ഇവിടേക്ക് എത്തിയത്. പിന്നെ എന്തിനാണ് എന്നെ കാണണമെന്ന് ചടിച്ചത്? അതോ നിങ്ങളോട് ചില രഹസ്യങ്ങൾ അറിയിക്കണമെന്ന് തോന്നി. എന്നോട് എന്ത് രഹസ്യമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? പറയാം മാഡം, എല്ലാം പറയാം. പക്ഷേ പറഞ്ഞു തുടങ്ങുന്നതിന് മുൻപ് മാഡം ഒരു കാര്യം എനിക്ക് ഉറപ്പു തരണം. പറഞ്ഞു തീരുന്നതിന് മുൻപ് എന്നെ പുറത്താക്കുകയോ
പോലീസിനെ വിളിച്ചേൽപ്പിക്കുകയോ ചെയ്യുകയില്ലെന്ന് എനിക്ക് ഉറപ്പ് തരണം. ഇല്ല, ഞാൻ ഉറപ്പ് തരുന്നു. നാൻസി സംസാരിച്ചു തുടങ്ങി. മാഡം, പെന്റോൺവില്ലയിലെ മിസ്റ്റർ ബ്രൗൺലോവിന്റെ വീട്ടിൽ നിന്നും ഒലിവർ ട്വിസ്റ്റിനെ തട്ടിക്കൊണ്ടുപോയത് ഞാനാണ്. ഒലിവർ ട്വിസ്റ്റിനെ കുറിച്ചുള്ള അവളുടെ വാക്കുകൾ വിശ്വസിക്കാനാവാതെ റോസി പകച്ചുപോയി. വിശ്വാസം വരുന്നതിനായി റോസി ചോദിച്ചു, നിങ്ങൾ പറയുന്നത് സത്യമാണോ? അതെ മാഡം, ഈ ഞാൻ തന്നെയാണത് ചെയ്തത്. ഇത്രയും പറഞ്ഞിട്ട് അവൾ പൊട്ടിക്കരയാൻ തുടങ്ങി. ഇപ്പോൾ നിങ്ങൾ ഇവിടെ എത്തിയത് വീണ്ടും അവനെ തട്ടിക്കൊണ്ടുപോകുന്നതിനാണോ? ഇത് പറയുമ്പോൾ റോസിയുടെ ശബ്ദം അല്പം ഉച്ചത്തിലും നല്ല ഗൗരവത്തിലുമായിരുന്നു. ഒരിക്കലുമല്ല. എന്നാൽ ഇവിടെ നിങ്ങളുടെ കൈകളിലും അവൻ സുരക്ഷിതനല്ല എന്ന് അറിയിക്കാനാണ് ഞാൻ എത്തിയത്. റോസി ഞെട്ടലോടെയാണ് നാൻസിയുടെ വാക്കുകൾ കേട്ടിരുന്നത്. കരഞ്ഞുകൊണ്ട് തന്നെ നാൻസി തുടർന്നു, അവൻ നിങ്ങൾക്കൊപ്പമുണ്ടെന്ന വിവരം ഭാഗ്യന്റെ കിങ്കരന്മാർ കണ്ടെത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഏത് നിമിഷം വേണമെങ്കിലും അവനെ തട്ടിക്കൊണ്ടുപോയേക്കാം. ഇക്കാര്യം നിങ്ങളെ അറിയിക്കുന്നതിനാണ് ഈ രാത്രി തന്നെ ഞാൻ എത്തിയത്. ഒലിവറിനെ കണ്ടെത്താൻ ഭാഗ്യനേക്കാളും താല്പര്യം മോങ്സ് എന്ന ഒരു പിശാചിനാണ്. അയാളെക്കുറിച്ച് മാഡത്തിന് എന്തെങ്കിലും വിവരങ്ങൾ അറിയുമോ? ഇല്ല, റോസി പ്രതികരിച്ചു. ഒരുപക്ഷെ മോങ്സ് എന്നത് അയാളുടെ വ്യാജ പേരായിരിക്കാനാണ് സാധ്യത. അയാൾക്കാണ് ഒലിവറിനെ വേണ്ടത്. ജീവനുള്ള ഒലിവറിനെ കിട്ടിയില്ലെങ്കിൽ ശവമായിട്ടെങ്കിലും എത്തിക്കണമെന്നാണ് അയാൾ ഭാഗിന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. ഈ ആവശ്യത്തിനായി അയാൾ എപ്പോഴും ഭാഗിന്റെ മടയിലെത്താറുണ്ട്. നിങ്ങളുടെ വീട് കൊള്ളയടിക്കാൻ സൈക്സും സംഘവും പോയ ദിവസവും അയാൾ ഭാഗിനോടൊപ്പം ഉണ്ടായിരുന്നു. ഭാഗിന്റെ മുറിയിൽ ഏറെ നേരം അയാൾ സംസാരിച്ചിരിക്കുകയും ചെയ്തു. ഈ കഥകളെല്ലാം കേട്ട് റോസി നിശ്ചലയായിരിക്കുകയാണ്. ഒലിവർ ട്വിസ്റ്റുമായി ബന്ധപ്പെട്ട ഈ കഥകൾ അവൾക്ക് അവിശ്വസനീയമായിട്ടാണ് തോന്നിയത്. നാൻസി തുടർന്ന് പറഞ്ഞു, ഒലിവറിന് വേണ്ടി അയാൾ ഭാഗിന് നൽകാമെന്ന് ഏറ്റിരിക്കുന്നത് ഒരു വലിയ തുക തന്നെയാണ്. അയാൾ സ്വന്തം നിലയിലും ഒലിവറിനെ അന്വേഷിച്ച് ഈ നാടിന്റെ ഓരോ മുക്കും മൂലയും മരിച്ചു വെറുക്കുന്നുണ്ട്. ഇത്രയും വലിയ തുക കൊടുത്ത് ഒലിവറിനെ കൈപ്പിടിയിലാക്കുന്നതിലൂടെ മോങ്സിന് എന്ത് പ്രയോജനം? റോസി അന്വേഷിച്ചു. അതിനെക്കുറിച്ച് തനിക്ക് വലിയ നിശ്ചയമില്ലെന്ന് നാൻസി മറുപടി പറഞ്ഞു. എന്നാൽ മോങ്സിന് അതുവഴി വലിയ നേട്ടം തന്നെ ഉണ്ടെന്നാണ് അയാളുടെ മുഖഭാവത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. വിടർന്ന കണ്ണുകളുമായി അയാൾ ഇന്നലെ ഭാഗിനെ കാണാൻ എത്തിയിരുന്നു. ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. എന്നെ ഒഴിവാക്കി അടച്ചിട്ട മുറിക്കകത്തിരുന്നാണ് അവർ സംസാരിച്ചത്. താക്കോൽ ദ്വാരത്തിൽ ചെവി അമർത്തിപ്പിടിച്ച് ഞാൻ അവരുടെ സംഭാഷണത്തിന്റെ ചില ഭാഗങ്ങൾ കേട്ടിരുന്നു. ഒലിവറിനെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട എന്തോ തെളിവുകൾ കഴിഞ്ഞ ദിവസം കണ്ടെത്തി നശിപ്പിച്ച കാര്യം പറയാനാണ് അയാൾ ഭാഗ്യനെ തേടി വന്നത്. ഒരു മോതിരവും താലിയും നദിയിലേക്ക് വലിച്ചെറിഞ്ഞെന്ന് അയാൾ ഭാഗ്യനോട് പറഞ്ഞു. എങ്കിലും ഒലിവറിനെ കണ്ടെത്തേണ്ടത് ആവശ്യമാണെന്നും അയാൾ ഭാഗ്യനെ അറിയിച്ചു. ഒലിവർ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ ഒരു കാലത്തും പുറം ലോകം കാണാത്ത വിധം ജയിലിൽ അടയ്ക്കപ്പെടും വിധം ഒരു കുറ്റകൃത്യം അവന്റെ തലയിൽ വെച്ചുകെട്ടുകയോ ചെയ്യണമെന്ന് അയാൾ ഭാഗ്യനെ അറിയിച്ചു. എങ്കിൽ മാത്രമേ സ്വത്ത് പൂർണ്ണമായും തനിക്ക് തന്നെ സ്വന്തമാക്കാൻ കഴിയുകയുള്ളൂവെന്നും അയാൾ പറയുന്നത് കേട്ടു. ഭാഗ്യൻ ചോദിക്കുന്ന പ്രതിഫലം നൽകാമെന്നാണ് അയാൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. നാൻസിയുടെ വിവരണം കേട്ടിരുന്ന റോസിയുടെ ശരീരവും മനസ്സും മരവിച്ചതുപോലെയായി. ഇത്രയും ക്രൂരത അവനോട് കാട്ടാൻ മാത്രം ആ മനുഷ്യന് ഈ കൊച്ചു പയ്യൻ എങ്ങനെയാണ് ശത്രുവായി മാറുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും റോസിക്ക് മനസ്സിലായില്ല. അവൾ അക്കാര്യം നാൻസിയോട് പറഞ്ഞപ്പോൾ നാൻസി പറഞ്ഞു, മാഡം, മോങ്സ് ഒലിവറിന്റെ മൂത്ത സഹോദരനാണ്. ഇത്രയും കൂടി കേട്ടതോടെ റോസിക്ക് ഭയം വർദ്ധിച്ചു. ഒലിവർ ട്വിസ്റ്റിന്റെ സഹോദരനാണ് മോങ്സ് എന്ന രഹസ്യം എങ്ങനെയാണ് നാൻസി മനസ്സിലാക്കിയതെന്ന് അവർ അവളോട് അന്വേഷിച്ചു. മാഡം, ഇക്കാര്യം മോങ്സ് തന്നെയാണ് ഒരിക്കൽ ഭാഗിനോട് പറഞ്ഞത്. ഞാൻ മറഞ്ഞു നിന്ന് കേട്ടതാണ്. അവൾ ഒരു നിമിഷം നിശ്ചലയായി നിന്നിട്ട് തുടർന്നു, മാഡം, നിങ്ങൾ അലംഭാവം കാണിച്ചാൽ അവന്റെ ജീവൻ തന്നെ നഷ്ടമായേക്കാം. അതുകൊണ്ടാണ് ഞാൻ ഈ രാത്രിയിൽ ഇവിടെ ഓടിയെത്തിയത്. എന്റെ ദൗത്യം കഴിഞ്ഞു, ഞാൻ തിരിച്ചു പോവുകയാണ്. നാൻസി, നീ എങ്ങോട്ടാണ് പോകുന്നത്? റോസി തിരക്കി. വീട്ടിലേക്കാണോ എന്നും ചോദിച്ചു. മാഡം, എനിക്കെന്ത് വീടാണ്? നീ വീണ്ടും ആ കശ്മലന്മാരുടെ കൂട്ടത്തിലേക്ക് തന്നെയാണോ പോകുന്നത്? അല്ലാതെ എവിടെ പോകാൻ? അതിന്റെ ആവശ്യമുണ്ടോ? നിനക്ക് നന്നാവാനാണ് തോന്നുന്നതെങ്കിൽ ഇവിടെ ഞങ്ങളോടൊപ്പം കൂടാ. റോസിയുടെ വാഗ്ദാനത്തിന് നാൻസി മറുപടിയൊന്നും പറയാതെ കരഞ്ഞുകൊണ്ടു നിന്നു. റോസി അക്കാര്യം വീണ്ടും പറഞ്ഞു. മാഡം, എനിക്കിനി അങ്ങനെ ഒരു ജീവിതം ബാക്കിയില്ല. എന്തുകൊണ്ട്? ഇക്കാര്യങ്ങളെല്ലാം പോലീസിന് മുന്നിൽ വെളിപ്പെടുത്തിയാൽ ആ കൊള്ളസംഘത്തെക്കുറിച്ചുള്ള ഭയം എന്നേക്കുമായി അവസാനിക്കും. എല്ലാറ്റിൻ്റെയും ശിഷ്ടകാലം ജയിലിലാകും. അതുകൊണ്ട് അങ്ങനെ ചിന്തിച്ചുകൂടെ? ഇല്ല മാഡം, അവരുടെ കൂട്ടത്തിലുള്ള ക്രൂരനായ ഒരു മനുഷ്യനെ ഞാൻ ഇഷ്ടപ്പെടുന്നു. അയാളുടെ പേര് ബിൽ സൈക്സ് എന്നാണ്. അയാൾക്ക് ദോഷമുണ്ടാക്കുന്നതൊന്നും ചെയ്യാൻ ഞാൻ ഒരുക്കമല്ല. അങ്ങനെ ചെയ്യണമെന്നില്ല. അയാളും ഈ തൊഴിൽ ഉപേക്ഷിക്കട്ടെ. നിങ്ങൾക്ക് രണ്ടുപേർക്കും മറ്റേതെങ്കിലും രാജ്യത്ത്
സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്തു തരാം. റോസിയുടെ വാക്കുകൾ നാൻസിയെ കൂടുതൽ സങ്കടപ്പെടുത്തി. അവൾ പൊട്ടിക്കരഞ്ഞു. എന്റെ ജീവിതത്തിൽ എന്നോട് ഇത്രയും സ്നേഹത്തോടെയും ദയയോടും ആരും പെരുമാറിയിട്ടില്ല. ഇന്ന് ആദ്യമായി ഇത്രയും സ്നേഹം എനിക്ക് നേരെ വെച്ച് നീട്ടിയിട്ടും അത് അനുഭവിക്കുന്നതിനുള്ള ഭാഗ്യം എനിക്കില്ല. ഞാൻ പ്രണയിക്കുന്ന ആ മനുഷ്യൻ മനുഷ്യത്വം മരവിച്ച ക്രൂരനായ ഒരാളാണ്. പക്ഷേ തൻ്റെ ജീവിതം തന്നെയാണ് ശരിയെന്ന് അയാൾ വിശ്വസിക്കുന്നു. ഇന്നത്തെ ജീവിതമാണ് അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. അതിനപ്പുറം ഒന്നിനെക്കുറിച്ചും അയാൾ ചിന്തിക്കുന്നില്ല. എനിക്കാകട്ടെ അയാളിൽ നിന്ന് ഓടി ഒളിക്കാനും കഴിയുന്നില്ല. നാൻസി പൊട്ടിക്കരയുകയാണ്. കരഞ്ഞുകൊണ്ട് തന്നെ അവൾ പോകാനായി വാതിൽ ലക്ഷ്യമാക്കി തിടുക്കത്തിൽ നടന്നു. റോസിയാകട്ടെ ഏതാനും സ്വർണ്ണ നാണയങ്ങളുമായി അവളുടെ പിന്നാലെ ചെന്നു. നാൻസി, ഇതാ ഈ നാണയങ്ങൾ കയ്യിൽ വെച്ചോളൂ. ഇല്ല മാഡം, ഞാനൊരു പ്രതിഫലവും ആഗ്രഹിച്ചല്ല ഇങ്ങോട്ട് വന്നത്. ഞാൻ എന്തിനാണ് ഈ വില കുറഞ്ഞത് സ്വീകരിക്കുന്നത്? മാഡം, നിങ്ങൾ എന്നോട് കാണിച്ച സ്നേഹവും ദയയും അതെത്രമാത്രം വിലപ്പെട്ടതാണെന്നോ അതെന്റെ മനസ്സിൽ ഹൃദയത്തിൽ എന്നും ഉണ്ടാവും. എന്നെ പോകാൻ അനുവദിക്കൂ. റോസിയുടെ കണ്ണുകൾ നിറഞ്ഞു. മറുത്തൊന്നും പറയാതെ റോസി അവൾക്ക് വേണ്ടി വാതിൽ തുറന്നു കൊടുത്തു. പുറത്തേക്കിറങ്ങിയ നാൻസി തിരിഞ്ഞു നിന്നു. മാഡം, എനിക്കൊരു അപേക്ഷയുണ്ട്. ഈ കവർച്ചാ സംഘത്തെപ്പറ്റി പോലീസിന് മുന്നറിയിപ്പ് നൽകാൻ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രമിച്ചാൽ എന്റെ പ്രിയപ്പെട്ടവനെ അതിൽ നിന്നും ഒഴിവാക്കണം. ഇല്ല നാൻസി, നിന്റെ ജീവിതത്തിന് പോറലേൽപ്പിക്കുന്ന യാതൊരു പ്രവൃത്തിയും ഞാൻ ചെയ്യില്ല. അക്കാര്യത്തിൽ നിനക്ക് എന്നെ വിശ്വസിക്കാം. നാൻസി പുറത്തേക്കിറങ്ങി നടക്കാൻ തുടങ്ങിയപ്പോൾ റോസി പിന്നിൽ നിന്ന് വിളിച്ചു ചോദിച്ചു, നിന്നെ വീണ്ടും കാണണമെന്ന് തോന്നിയാൽ എങ്ങനെയാണ് കാണാൻ കഴിയുക? നാൻസി നിന്നു. എന്തോ ആലോചിക്കുന്നത് പോലെ അല്പനേരം നിശ്ചലയായി. മാഡം, നിങ്ങൾ തനിച്ചാണ് വരുന്നതെങ്കിൽ, ഞാൻ ജീവനോടെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഞായറാഴ്ചകളിൽ 11 മണിക്ക് ശേഷം 12 മണി സമയം വരെ ഞാൻ ലണ്ടൻ പാലത്തിന് മുകളിലുണ്ടാവും. ഏതെങ്കിലും വിദേശ രാജ്യത്ത് പോയി സമാധാനത്തോടെ ജീവിക്കുന്ന കാര്യം നീ ബിൽ സൈക്സുമായി സംസാരിക്കുക. അക്കാര്യത്തിൽ നിങ്ങൾ ഉചിതമായ ഒരു തീരുമാനം എടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. റോസിയുടെ വാക്കുകൾക്ക് നാൻസി മറുപടിയൊന്നും പറഞ്ഞില്ല. പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ അവൾ റോഡിലെ ഇരുളിലേക്ക് ഓടി മറഞ്ഞു. ആ കാഴ്ച സങ്കടത്തോടെ റോസി നോക്കി നിന്നു. നാൻസി തന്നെ അറിയിച്ച കാര്യങ്ങളെല്ലാം റോസി ഉടൻ തന്നെ തന്റെ വളർത്തമ്മയെ ധരിപ്പിച്ചു. ഈ കഥകളൊന്നും വിശ്വസിക്കാൻ ആദ്യം അവർ തയ്യാറായില്ല. അത്രമാത്രം അവിശ്വസനീയമാണിതെല്ലാമെന്ന് അവർ ചിന്തിച്ചു. എങ്കിലും ഒളിവർ ട്വിസ്റ്റിന് അപകടമൊന്നും ഉണ്ടാവുകയില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടിയിരിക്കുന്നു. അതിനുള്ള നടപടികൾ പെട്ടെന്ന് തന്നെ തുടങ്ങണമെന്നും അവർ തീരുമാനിച്ചു. 3 ദിവസത്തെ വിശ്രമത്തിനായിട്ടാണ് അവർ ലണ്ടൻ നഗരത്തിലെത്തിയത്. വന്ന അന്ന് തന്നെയാണ് അവരെ ഭയപ്പെടുത്തുന്ന ഈ സംഭവങ്ങൾ അരങ്ങേറിയതും. 3 ദിവസം ഇവിടെ തങ്ങിയ ശേഷം കടൽ തീരത്തുള്ള മറ്റൊരു കേന്ദ്രത്തിലേക്ക് പോകാനായിരുന്നു അവർ ആഗ്രഹിച്ചിരുന്നത്. സങ്കീർണമായ ഈ പ്രശ്നം എങ്ങനെയാണ് നേരിടേണ്ടതെന്ന് ആലോചിച്ചിട്ട് കിടന്നതിനാൽ അവർക്ക് രണ്ടുപേർക്കും അന്ന് രാത്രിയിൽ ഉറങ്ങാൻ കഴിഞ്ഞില്ല. എങ്ങനെ മുന്നോട്ട് നീങ്ങണം എന്നതായിരുന്നു അവരുടെ പ്രശ്നം. എല്ലാം അതീവ രഹസ്യമായിരിക്കണമെന്നാണ് നാൻസി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യം മറ്റുള്ളവരോട് സംസാരിക്കുന്നത് സൂക്ഷിച്ചു വേണം. ഇങ്ങനെ ഒരു കാര്യം അറിയുമ്പോൾ ആരും ആദ്യം ചെയ്യുന്നത് പോലീസിനെ അറിയിക്കുക എന്നതാണ്. എന്നാൽ അങ്ങനെ ചെയ്യില്ലെന്ന് നാൻസിക്ക് വാക്ക് കൊടുത്തിരുന്നു. അത് മാറ്റാൻ പറ്റില്ല. ആ വാക്ക് തെറ്റിച്ചാൽ അത് അവളോട് ചെയ്യുന്ന ക്രൂരത തന്നെയാണ്. ഒരു ഉപദേശത്തിനു വേണ്ടി വിശ്വസ്തയോടെ സമീപിക്കാവുന്ന ഒരാൾ ഡോക്ടർ മാത്രമാണ്. പക്ഷേ ഡോക്ടർ മുൻശുണ്ടിക്കാരനും എടുത്തിയാട്ടക്കാരനുമായിരുന്നതിനാൽ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള വിവേകം അദ്ദേഹത്തിനില്ല. അയാൾ പെട്ടെന്ന് തന്നെ കാര്യം പോലീസിനെ അറിയിക്കാൻ ശ്രമിക്കും. അത് കാര്യങ്ങളെ കൂടുതൽ കുഴപ്പത്തിലാക്കും. ഇക്കാര്യങ്ങൾ തീർച്ചയായും അറിയേണ്ട ഒരാൾ ഹാരിയാണ്. എന്നാൽ ഇത്രയും സങ്കീർണമായ ഒരു പ്രശ്നം അവനെക്കൊണ്ട് മാത്രം പരിഹരിക്കാൻ പ്രയാസമാണ്. ഏതായാലും നേരം വെളുക്കുമ്പോൾ ഹാരിയെ വിളിച്ചു വരുത്താൻ തന്നെ അവർ തീരുമാനിച്ചു. പിറ്റേ ദിവസം മറ്റൊന്നുകൂടി സംഭവിച്ചു. ഗിൽസും ഒലിവറും പുറത്തേക്ക് പോയിരുന്നു. എന്നാൽ അവർ പെട്ടെന്ന് തന്നെ തിരിച്ചു വരുന്നത് കണ്ട റോസി പരിഭ്രാന്തിയായി. അരുതാത്തതെന്തോ സംഭവിച്ചുവെന്നാണ് അവർ ചിന്തിച്ചത്. എന്നാൽ ഭയപ്പെടേണ്ടതായി ഒന്നുമില്ലായിരുന്നു. വഴിയിൽ വെച്ച് ഒലിവർ ബ്രൗൺലോയെ കണ്ടു. ഒരു കുതിരവണ്ടിയിൽ നിന്നും ഇറങ്ങി അദ്ദേഹം തിടുക്കത്തിൽ ഒരു വീട്ടിലേക്ക് നടന്നു പോകുന്നതാണ് കണ്ടത്. അവർ തമ്മിൽ കണ്ടില്ല. അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് ചെല്ലാൻ ഒലിവറിന് ധൈര്യമുണ്ടായിരുന്നില്ല. എന്നാൽ അവൻ അക്കാര്യം ഗിൽസിനോട് പറഞ്ഞു. അയാൾ സൂത്രത്തിൽ അദ്ദേഹത്തെ പിന്തുടരുകയും പരിചയപ്പെടുകയും വിലാസം എഴുതി വാങ്ങുകയും ചെയ്തിരുന്നു. റോസി ഇക്കാര്യങ്ങൾ ഉടനെ വളർത്തമ്മയെ അറിയിച്ചില്ല. അവളെ സംബന്ധിച്ചിടത്തോളം ആ വാർത്ത ഏറ്റവും സന്തോഷകരമായ ഒന്നായിരുന്നു. ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയതായിട്ടാണ് അവൾക്ക് തോന്നിയത്. അവൾ മിസ്സിസ് മെയ്ലിയോട് മറ്റൊരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുതിരവണ്ടി സംഘടിപ്പിച്ച് നേരെ ആ വിലാസം ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി. കൂടെ ഒലിവറും അംഗരക്ഷകനായി ഗിൽസും ഉണ്ടായിരുന്നു. കൃത്യമായ വിലാസത്തിൽ തന്നെ അവർ എത്തിച്ചേർന്നു.
റോസി ഒലിവരെയും ഗിൽസിനെയും വണ്ടിയിൽ തന്നെ ഇരുത്തിയിട്ട് ബ്രൗൺലോവിനെ കാണുന്നതിനായി ആ വീട്ടിലേക്ക് ചെന്നു. വീട്ടുവേലക്കാരൻ അവരെ മുകളിലുള്ള ബ്രൗൺലോവിന്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. റോസി കയറി ചെല്ലുമ്പോൾ സ്വീകരണ മുറിയിൽ രണ്ടുപേർ ഇരിക്കുന്നു. കാഴ്ചയിൽ ഒരാൾക്ക് അല്പം പ്രായം കൂടുതലുള്ളതായി തോന്നി. പ്രായം കുറവ് തോന്നിയ മനുഷ്യന്റെ മുഖം മാന്യതയുടേതായിരുന്നെങ്കിൽ മറ്റേ ആളിൻ്റേത് പരുക്കനായിരുന്നു. അതുകൊണ്ട് റോസി മാന്യനെന്ന് തോന്നിയ മനുഷ്യനോട് ചോദിച്ചു, താങ്കളാണോ മിസ്റ്റർ ബ്രൗൺലോ? അതെ, ഇതെന്റെ സുഹൃത്ത് മിസ്റ്റർ ഗ്രിംബിഗ്. സർ, അങ്ങയോട് ചില കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട്. എന്റെ പേര് മെയ്ലി റോസി എന്നാണ്. നിങ്ങൾ ഇരിക്കൂ. ബ്രൗൺലോ ഗ്രിംബിഗിനെ നോക്കി. ഗ്രിം, ഇവരുടെ രഹസ്യം എന്നോട് മാത്രം പറയാനുള്ളതായിരിക്കും, അദ്ദേഹം വിളിച്ചു പറഞ്ഞു. ഗ്രിംബിഗ് അവിടെ നിന്നും എഴുന്നേറ്റ് പോകാനായി ഒരുങ്ങിയപ്പോൾ റോസി തടഞ്ഞു. സർ, ഈ മനുഷ്യൻ അങ്ങയുടെ ആത്മാർത്ഥ സുഹൃത്താണെങ്കിൽ എനിക്ക് പറയാനുള്ളത് അദ്ദേഹം കേൾക്കുന്നതിൽ കുഴപ്പമില്ല. ഗ്രിംബിഗ് അവിടെയിരുന്നു. റോസി പറഞ്ഞു തുടങ്ങി. സർ, എനിക്ക് അങ്ങയോട് പറയാനുള്ളത്, അങ്ങ് ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ സ്നേഹവും വാത്സല്യവും നൽകി സ്നേഹിച്ച എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരനെ കുറിച്ചാണ്. പേര് ഒലിവർ ട്വിസ്റ്റ്. ഒലിവർ ട്വിസ്റ്റ് എന്ന് കേട്ടപ്പോൾ ഗ്രിംബിഗിന്റെ ചുണ്ടിൽ ഒരു പരിഹാസം കളിയാടി. അയാൾ സോഫയിലേക്ക് ചാരിയിരുന്നു. എന്നാൽ ബ്രൗൺലോയുടെ കണ്ണുകൾ തിളങ്ങി. അയാൾ റോസിയോട് കൂടുതൽ ചേർന്നിരുന്നുകൊണ്ട് അവളുടെ വാക്കുകൾക്കായി കാതോർത്തു. കുട്ടി, ആ പാവം ചെറുക്കനെ ഞാൻ ഇപ്പോഴും നന്നായി ഓർക്കുന്നു. പക്ഷേ അവൻ അത്ര നല്ല കുട്ടിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഗ്രിംബിഗ് പെട്ടെന്ന് ഇടപെട്ടു. അവൻ അത്തരക്കാരനല്ലെങ്കിൽ എന്റെ തല ഞാൻ തന്നെ കടിച്ചു തിന്നും. ഗ്രിംബിഗിന്റെ പരിഹാസം റോസി അവഗണിച്ചു. അവൾ ബ്രൗൺലോയോട് പറഞ്ഞു തുടങ്ങി. സർ, ഒലിവർ ഒരു പാവം കുട്ടിയാണ്. നിഷ്കളങ്കനും കുലീനത്വമുള്ളവനുമാണ്. ഗ്രിംബിഗ് വീണ്ടും ഇടപെട്ടു. അയാൾ ഒലിവരെ തെറി പറഞ്ഞു. എന്നാൽ നിങ്ങൾ അതൊന്നും കാര്യമാക്കേണ്ടതില്ലെന്ന് ബ്രൗൺലോ റോസിയോട് പറഞ്ഞു. റോസി സന്തോഷത്തോടെ തനിക്കറിയാവുന്ന മുഴുവൻ കാര്യങ്ങളും ബ്രൗൺലോയെ പറഞ്ഞു കേൾപ്പിച്ചു. ബ്രൗൺലോയ്ക്ക് സങ്കടമായി. അവനെ തെറ്റിദ്ധരിച്ചതിൽ അയാൾക്ക് വിഷമം തോന്നി. ഉടൻ തന്നെ അവനെ കാണണമെന്ന് അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചു. ഈ സമയത്ത് മാത്രമാണ് പുറത്ത് ഒലിവർ കുതിരവണ്ടിയിൽ ഉണ്ടെന്നും ബ്രൗൺലോയെയും മിസ്സിസ് ബെഡ്വിനെയും കാണാൻ അവൻ അതിയായി ആഗ്രഹിക്കുന്നുണ്ടെന്നും റോസി പറഞ്ഞത്. അത് കേട്ട മാത്രയിൽ തന്നെ അദ്ദേഹം സോഫയിൽ നിന്നും ചാടി എഴുന്നേറ്റു. വണ്ടി നിൽക്കുന്ന സ്ഥലത്തേക്ക് അദ്ദേഹം ഓടി. ബ്രൗൺലോയെ കണ്ടതോടെ വണ്ടിയിൽ നിന്നും ചാടിയിറങ്ങിയ ഒലിവർ അദ്ദേഹത്തിന്റെ കാലിൽ കെട്ടിപ്പിടിച്ചു കിടന്നു. ബ്രൗൺലോ അവനെ കൈപിടിച്ച് മുറിയിലേക്ക് കൊണ്ടുപോയി. മിസ്സിസ് ബെഡ്വിനെ വിവരമറിയിച്ചു. അവർ ഓടിയെത്തി അവനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. എന്നെങ്കിലും ഒരിക്കൽ അവൻ തിരിച്ചെത്തുമെന്ന് തനിക്കറിയാമായിരുന്നുവെന്ന് പറയുമ്പോൾ ആ സ്ത്രീ വിതുമ്പുന്നുണ്ടായിരുന്നു. മിസ്സിസ് ബെഡ്വിനും ഒലിവറും തമ്മിൽ സംസാരിക്കുന്നതിനിടയിൽ റോസി ബ്രൗൺലോവിനെ മറ്റൊരു മുറിയിലേക്ക് വിളിച്ചുകൊണ്ടുപോവുകയും നാൻസിയിൽ നിന്നും അറിഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു. ഭാഗ്യൻ സ്വതന്ത്രനായിരിക്കുന്നിടത്തോളം കാലം ഒലിവറിന്റെ ജീവൻ അപകടത്തിലാണെന്ന അവളുടെ വാദം അദ്ദേഹവും ശരിവെച്ചു. അന്നു രാത്രിയിൽ 8 മണിക്ക് ഹോട്ടലിലേക്ക് എത്താമെന്നും അവിടെ വെച്ച് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാമെന്നും ബ്രൗൺലോ റോസിയെ അറിയിച്ചു. റോസി ഒലിവറെയും കൊണ്ട് തിരിച്ചു പോന്നു. രാത്രിയിൽ കൃത്യസമയത്ത് തന്നെ ബ്രൗൺലോ ഹോട്ടലിൽ റോസിയുടെ മുറിയിലെത്തി. നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ അവർ ഇരുട്ടിൽ തപ്പി. ഒലിവറുടെ മാതാപിതാക്കൾ ആരാണ്? മോങ്സും ഒലിവറും തമ്മിലുള്ള ബന്ധമെന്താണ്? മോങ്സ് ഭാഗ്യനോട് പറഞ്ഞ അളവറ്റ സ്വത്ത് ഏതാണ്? ഒലിവർ അയാളുടെ സഹോദരനാണെന്ന് അവകാശപ്പെടുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. മോങ്സിലേക്ക് എത്തണമെങ്കിൽ ആദ്യം ഭാഗ്യനെ പിടികൂടണം. അതിന് നാൻസിയുടെ സഹായം ആവശ്യമാണ്. ബ്രൗൺലോയ്ക്ക് ഒറ്റയ്ക്ക് ഇക്കാര്യത്തിൽ മുന്നോട്ടു പോവുക പ്രയാസമാണ്. കൂട്ടായ പ്രയത്നം അനിവാര്യമാണ്. ഗ്രിംബിഗ്, ഡോക്ടർ ഹാരി എന്നിവരെ കൂടി വിശ്വാസത്തിലെടുക്കണം. അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഗ്രിംബിഗിനെ കൂടെ കൂട്ടുന്നതിൽ റോസിക്ക് വിഷമമുണ്ടായിരുന്നെങ്കിലും അദ്ദേഹം ഏറ്റവും മാന്യനായ സുഹൃത്താണെന്ന് ബ്രൗൺലോ റോസിയെ ധരിപ്പിച്ചു. അടുത്ത ഞായറാഴ്ച ലണ്ടൻ പാലത്തിൽ വെച്ച് റോസിയും നാൻസിയും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച നടക്കട്ടെയെന്നും അതുവരെയും ഒലിവറിനെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുവദിക്കരുതെന്നും തീരുമാനിച്ചാണ് അവർ അന്ന് പിരിഞ്ഞത്.